നിങ്ങളൊരു മുത്തശ്ശി മരത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു മരം ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തൂടെ പോകുന്ന ആരെയും കുറച്ച് നേരം അവിടെ പിടിച്ചു നിർത്തുന്ന ഒരു മുത്തശ്ശി മരം. ആ മുത്തശ്ശി മരത്തിൻ്റെ വിശേഷങ്ങളും പിന്നെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ പരിചയപ്പെട്ട ബാലൻചേട്ടൻ പറഞ്ഞ കുറച്ച് കഥകളും, അതാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു യാത്ര കേട്ടോ. ഈ മുത്തശ്ശി മരം നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചിമ്മിടാൻ പോകുന്ന വഴിക്ക് ഉള്ളൊരു മരമാണത്. വളരെ വലിയ പഴക്കമുള്ളൊരു മരം. എന്തുകൊണ്ടാണെന്നറിയില്ല. ആ മരത്തിൻ്റെ ഭംഗി കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണെന്നറിയില്ല. ആ വഴിക്ക് എപ്പോൾ പോയാലും അവിടെ വണ്ടി ഒന്ന് ചവിട്ടി ആ മരത്തിൻ്റെ അടുത്ത് ഇറങ്ങി 2 ഫോട്ടോ എടുത്തിട്ടാണ് ഏതൊരാളും ആ വഴിക്ക് പോവുള്ളൂ. പിന്നെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ചേർന്നൊരു അരുവി ഒഴുകുന്നുണ്ട്. ഈ വേനൽക്കാലത്ത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ നല്ല രസമുള്ള സ്ഥലമാണത്. വളരെ കുറച്ച് വെള്ളമുള്ളൂ, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അവിടെ. ഞങ്ങളുടെ ഇത്തൂനിയും കൂട്ടിയിട്ടുള്ള ആദ്യത്തെ യാത്രയാണത്. ആദ്യമായിട്ടാണ് അവൾ വെള്ളത്തിലിറങ്ങുന്നത്. അതിൻ്റെ കുറച്ച് വെപ്രാളങ്ങളുണ്ടായിരുന്നു ആദ്യം, പിന്നെ ഓക്കെ ആയി. ഇച്ചുവും കുഞ്ഞിയും ഇത്തും 3 പേരും അടിപൊളിയായിട്ട് അത് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ചിമ്മിണി ഡാമിലേക്കാണ് കേട്ടോ. അവിടെ ചിമ്മിണി ഡാമിൽ നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊട്ടവഞ്ചി സവാരി ഉണ്ട്. 20 മിനിറ്റാണത് നമുക്ക് വരുന്നത്. 400 രൂപ, 4 പേർക്ക് അതിൽ പോകാം. അവിടെ കൊട്ടവഞ്ചിയിൽ ഞങ്ങൾ പരിചയപ്പെട്ട കൊട്ടവഞ്ചി ഞങ്ങൾക്ക് തുഴഞ്ഞു തന്നിരുന്ന ചേട്ടനാണ് ബാലൻചേട്ടൻ. ആൾ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ കാടിനെക്കുറിച്ചും ആളുടെ അനുഭവങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നു. ആദ്യം തന്നെ ബാലൻചേട്ടൻ പറഞ്ഞ ഒരു കാര്യം കേട്ട് ഞങ്ങളെല്ലാവരും ഷോക്കായിപ്പോയി. കുറച്ച് ദിവസം മുൻപാണ് ആളുടെ കൂട്ടുകാരനെ അവിടെ തൊട്ടടുത്ത് വെച്ച് ആന ചവിട്ടിക്കൊന്നത്. ആ ഭാഗം ആളെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ ആൾ ഡാമിനെക്കുറിച്ചും അവിടുത്തെ വന്യജീവികളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ. ഡാമിൻ്റെ ഒരു സൈഡിൽ വാഴാനിയാണ്, ഒരു സൈഡിൽ പറമ്പിക്കുളം, ഒരു സൈഡിൽ തമിഴ്നാടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടോ. ആളുടെ വീട് അവിടെ ഡാമിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആൾക്ക് ഡാമിനെ കുറിച്ച് ഇത്ര നന്നായിട്ട് അറിയുന്നത്, ഡാമിൻ്റെ എല്ലാ കാര്യങ്ങളും. ഈ 20 മിനിറ്റ് യാത്രയും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം ഞങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാനും പറ്റി. ഞങ്ങളെല്ലാവരും നന്നായിട്ടത് ആസ്വദിച്ചു. നമ്മൾ ഏതൊരു യാത്ര പോയാലും ബാലൻചേട്ടനെ പോലുള്ളൊരു വ്യക്തി, ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. നമുക്ക് ആ പോകുന്ന സ്ഥലത്തെക്കുറിച്ചും ആ യാത്രയെക്കുറിച്ചും കൂടുതൽ അറിവുണ്ടാകുമ്പോൾ നമ്മുടെ ആ യാത്ര കുറേ കൂടി ഭംഗിയായി തീരും. ഇത് ഞങ്ങളുടെ ഒരു കൊച്ചു യാത്രയാണ്. ഞങ്ങളുടെ തുടർന്നുള്ള യാത്രകളിലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളുടെ യാത്രയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.